ട്യൂബിലേക്ക് സ്വാഗതം. പുരുഷന്മാരെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കേണ്ട ഒരു എപ്പിസോഡാണ് ഇത്. നിങ്ങൾ ഒരു സ്ത്രീയെ കാണുമ്പോൾ ആ സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് നിങ്ങൾ ഒരു കമൻ്റ് ഇട്ടാൽ നിങ്ങൾക്കെതിരെ കേസുണ്ടാകും. അത് പരാതിയായി വന്നാൽ നിങ്ങൾ പെട്ടതു തന്നെ. നിങ്ങളോടൊപ്പം കോടതി നിൽക്കില്ല, പോലീസ് നിൽക്കില്ല, പൊതുസമൂഹവും നിൽക്കില്ല എന്ന് മനസ്സിലാക്കുക. ഈ സംഭവം ഞാൻ വിവരിക്കുന്നത് നിങ്ങൾ കേൾക്കുക. ഹൈക്കോടതി വരെ എത്തിയ ഒരു കേസാണ്. ഹൈക്കോടതിയുടെ വിധിയും ഇതിനോടൊപ്പം പറയുന്നുണ്ട്. ആദ്യം എന്താണ് ഈ സംഭവം എന്ന് കേൾക്കുക. KSEB, നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു മുൻ ജീവനക്കാരൻ, അദ്ദേഹം സർവീസിലുണ്ടായിരുന്ന സമയത്ത് നടന്ന ഒരു സംഭവമാണ്. ആ കക്ഷി എന്ന് പറയുന്നത് പുത്തൻവേലിക്കര സ്വദേശിയായ R. രാമചന്ദ്രൻ നായർ എന്ന ഒരു KSEB ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം തൻ്റെ സഹപ്രവർത്തകയെക്കുറിച്ച് ഒരു കമൻറ്റ് പറഞ്ഞു. അവരോടാണ് പറഞ്ഞത്, നല്ല ബോഡി സ്ട്രക്ചറാണ് എന്ന ഒരു കമൻറ്റ് അദ്ദേഹം പറഞ്ഞു. ഈ ബോഡി സ്ട്രക്ചർ എന്ന കമൻറ്റ് അദ്ദേഹം അവരോട് നേരിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, മറ്റ് സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ചും ഇത്തരത്തിലുള്ള അശ്ലീല ചുവയുള്ള ചില കമൻറ്റുകൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായി. മാത്രമല്ല, ഇദ്ദേഹം ഈ മൊബൈൽ ഫോണിലൂടെ ഈ സഹപ്രവർത്തകയ്ക്ക് അശ്ലീല സന്ദേശങ്ങളും അയക്കാൻ തുടങ്ങി. തുടർന്ന് ഇവർ നേരിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, യാതൊരു നിവൃത്തിയും ഉണ്ടായില്ല. തുടർന്ന് അവർ ഈ KSEBയുടെ എഞ്ചിനീയർക്ക് തന്നെ ഒരു പരാതി കൊടുത്തു. പരാതി 2013 ആണ് കേട്ടോ. ഈ പരാതിയെ തുടർന്ന് ഈ എഞ്ചിനീയർ ആ സ്ഥാനത്ത് നിന്നും മാറ്റുകയും ചെയ്തു, സ്ഥലം മാറ്റുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം അവിടം കൊണ്ടും സ്വയം നിയന്ത്രിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാകണം മൊബൈൽ ഫോണിലൂടെ അദ്ദേഹം വീണ്ടും അശ്ലീല സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി. ഈ പരാതിക്കാരി ആ നമ്പർ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്തപ്പോൾ അദ്ദേഹം വേറൊരു മൊബൈലിൽ കൂടി അദ്ദേഹം ഇത്തരത്തിലുള്ള അശ്ലീല സന്ദേശങ്ങൾ ഇവർക്ക് അയക്കാൻ തുടങ്ങി. തുടർന്ന് ഈ ജീവനക്കാരി KSEBയിലെ തന്നെ വിജിലൻസ് ഓഫീസർക്ക് പരാതി കൊടുത്തു എങ്കിലും യാതൊരു പരിഹാരവും ഈ മനുഷ്യരിൽ നിന്നും ഉണ്ടാകാത്തത് കൊണ്ട്, അതായത് എതിർകക്ഷിയിൽ നിന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ പോലീസിലേക്ക് ഇവർ കേസ് നൽകുകയും പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കേസെടുത്തതിനെ തുടർന്ന് ഈ കക്ഷി, അതായത് രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന എതിർ കക്ഷി ഹൈക്കോടതിയിൽ ഹർജിയുമായി വന്നു. എന്തിനാണ്? ഈ കേസ് റദ്ദാക്കാൻ വേണ്ടി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വാദം, സ്ത്രീ ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ച് നടത്തുന്ന ഒരു പരാമർശം ലൈംഗികാതിക്രമണ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. അതുകൊണ്ട് ഈ കേസ്, എനിക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കണം എന്നുള്ളതാണ്. ആ കേസ് ഹൈക്കോടതി കൈയോടെ തള്ളിക്കൊടുത്തു. ജസ്റ്റിസ് ബദറുദ്ദീൻ തൻ്റെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞത്, ഈ ലൈംഗികാതിക്രമണ നിയമത്തിൻ്റെ പരിധിയിൽ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരും. ബോഡി സ്ട്രക്ചർ കൊള്ളാം എന്ന് പറയുന്നത് തന്നെ ഒരു അശ്ലീല ചുവയോടുകൂടിയുള്ള ഒരു കമൻറ്റ് തന്നെയാണ്. ആ നിലയിൽ അതിനെ ഈ ലൈംഗികാതിക്രമണ നിയമത്തിൻ്റെ സംരക്ഷണ നിയമത്തിൻ്റെ ഭാഗമായിട്ട് വരും എന്നുള്ളത് അദ്ദേഹം എടുത്തു പറഞ്ഞു. അപ്പോൾ ക്ലിയർ ആയല്ലോ. നിങ്ങൾ ഒരാളിനെ, ഒരു സ്ത്രീയെ ഏതെങ്കിലും തരത്തിൽ കമൻറ്റ് ചെയ്യുമ്പോൾ ആ സ്ത്രീക്ക് അത് ഹിതകരമല്ല എങ്കിൽ അവർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് എടുക്കും. അവർക്ക് ആ തോന്നൽ ഉണ്ടാകുന്ന തരത്തിലുള്ള കമൻറ്റ്, ഇപ്പോൾ ബോഡി സ്ട്രക്ചർ കൊള്ളാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷനും നിങ്ങൾ ഉപയോഗിച്ച ഭാഷയും അത് അശ്ലീല ചുവയോടുകൂടിയുള്ളതാണ് എന്ന് എതിർകക്ഷിക്ക് തോന്നിയാൽ, അതായത് സ്ത്രീക്ക് തോന്നിയാൽ അവർക്ക് പരാതി കൊടുക്കാം. പരാതി കൊടുത്താൽ കേസാകും. കേസ് റദ്ദാക്കാൻ നിങ്ങൾ ഹൈക്കോടതിയിൽ പോയാലും ഹൈക്കോടതി നിങ്ങളോടൊപ്പം നിൽക്കുകയില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനി ഭാവിയിലെങ്കിലും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും സംയമനത്തോടു കൂടിയും, അതായത് നിയന്ത്രണത്തോടു കൂടിയും വാക്കുകൾ സ്ത്രീകളോട് ഉപയോഗിക്കാൻ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എതിരെ പല നിയമങ്ങളും ഉണ്ട്. അതായത് സ്ത്രീയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ, അതിനെ ലംഘിക്കുന്ന ഒരാൾക്ക് പോലും അത് പ്രൊട്ടക്ഷൻ നൽകില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവിലൂടെ വ്യക്തമാകുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. പ്രധാനപ്പെട്ട കോടതി വിധികളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണെങ്കിൽ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഇതറിയാൻ ആഗ്രഹമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.